Hey guys, welcome back to another video. In the India's first air suspension Optra, a bonnet exit with flame kit. കണ്ടിട്ടുണ്ടായിരിക്കും ഫ്ലെയിംസ് ത്രോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഫ്ലെയിംസ് ത്രോ ചെയ്യുന്നതെന്ന്. ഇത് ഫ്ലെയിം കിറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഫ്ലെയിംസ് ത്രോ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്ക് പ്ലഗാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന അൺബേൺഡ് ഫ്യൂൽ മിക്സറിനെ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ സഹായത്തോടു കൂടി ഇഗ്നൈറ്റ് ചെയ്ത് അതിൽ നിന്ന് ഫ്ലെയിം ത്രോ ചെയ്യുകയാണ്. അതിനാണ് ഫ്ലെയിം കിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളോട് ഇന്ന് ഇതിൻ്റെ ഓണറുണ്ട്. നിഹാദ് ബ്രോ, വെൽക്കം. നമ്മുടെ വണ്ടി ഫസ്റ്റ് എന്നാണ് എടുക്കുന്നത്? ഇതൊരു 2 ഇയർ ബാക്കാണ് എടുക്കുന്നത്. എങ്ങനെ ഈ വണ്ടിയിലേക്ക് എത്തിച്ചേർന്നു? അത് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വേറെ ഒപ്ട്ര അത്യാവശ്യം നല്ല വർക്ക് എടുത്ത വണ്ടിയൊന്നുമില്ല. ബാക്കിയുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് അത് യുണീക്കായി ബിൽഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തു. ഈ കാറിനോടുള്ള പാഷൻ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ വേറെ വണ്ടി ബിൽഡ് ചെയ്തൊക്കെ പുറത്ത് കാണുമ്പോൾ നമുക്ക് അന്ന് റോട്ടിലൊക്കെ കണ്ടങ്ങനെ ആ ഒരു പാഷൻ ബിൽഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇതിന് മുന്നേ വേറെ ഏതെങ്കിലും കാറ്? ഇതിൻ്റെ മുന്നേ എൻ്റെ ഒരു ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, യെല്ലോ കളർ. അത് ഒരു MVD ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് സ്റ്റോക്ക് ആക്കിക്കൊണ്ട് വന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പിന്നെ ഒരു 2 ഇയർ 1.5 ഇയർ ബിൽഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. ഓക്കെ. കിട്ടുമ്പോൾ കംപ്ലീറ്റ്ലി വണ്ടി സ്റ്റോക്ക് ആയിരുന്നോ? ഇല്ല, കിട്ടുമ്പോൾ വീൽസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിറ്റ് ആഡ് ചെയ്തു, പിന്നെ എയർ, പിന്നെ ഫ്ലെയിം കിറ്റ്, ബാക്കി അത്യാവശ്യം എല്ലാ വർക്കും നമ്മൾ സൈഡിലെല്ലാം വർക്ക് എടുത്തു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് റൈറ്റ് നൗ ചെയ്തിരിക്കുന്നത്? ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്ത് ഒരു HD ടൈപ്പ് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ കംപ്ലീറ്റ് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കേർട്ട് ഉണ്ട്, പിന്നെ ഫ്രണ്ട് സ്പീക്കേഴ്സ്, പിന്നെ ഫ്രണ്ട് ബോണ്ട് എക്സിറ്റ്, ഫ്ലെയിം കിറ്റും എക്സിറ്റും ഫ്രണ്ടിൽ ചെയ്താണ്. പിന്നെ കംപ്ലീറ്റ് ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽസ് 17 ഇഞ്ചാണ് അങ്ങനെ. പിന്നെ എയർ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്ത പ്രോസസ്സാണോ അതോ സമയമെടുത്ത് ചെയ്തതാണ്? 1.5 ഇയേഴ്സ് എടുത്തിട്ട് അങ്ങനെ ഓരോ വർക്ക് കിറ്റെല്ലാം ചെയ്ത്, പിന്നെ ഓക്കെ അല്ലാത്തതെന്ന് തോന്നുമ്പോൾ വീണ്ടും റീബിൽഡ് ചെയ്ത് വീണ്ടും കിറ്റ് വേറെ ചെയ്ത് അങ്ങനെ വർക്ക് എടുത്തതാണ്. ഇതിൻ്റെ ഇൻസ്പിറേഷൻ എവിടെന്നെങ്കിലും എടുക്കാനുള്ള ഇതുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒപ്ട്രയുടെ സെർച്ച് ചെയ്തിരുന്നു വേറെ ഏതെങ്കിലും വണ്ടി. പക്ഷെ നമ്മൾ അങ്ങനെ അധികം വണ്ടികൾ കണ്ടിട്ടില്ല. 1-2 വണ്ടിയൊക്കെ പുറത്തെവിടെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു ഇൻസ്പയർഡ് ആവാൻ വേണ്ടി ഒരു ഒപ്ട്ര വേറെ നമ്മൾ കണ്ടിട്ടില്ല. സൈഡിലേക്ക് വരുമ്പം എന്തൊക്കെയാണ്? സൈഡിൽ ഒരു സൈഡ് സ്കേർട്ട്, പിന്നെ അതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് വരുന്നൊരു വീൽ ആർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽസ് 17 ഇഞ്ച് വീൽസാണ്, ലോ പ്രൊഫൈൽ ടയേഴ്സ് കാര്യങ്ങൾ. പിന്നെ വർക്ക് മൊത്തം എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ഹൗസ് ആയിരുന്നോ അതോ? അല്ല, നമ്മൾ ഓരോ വർക്കും ഓരോ പ്ലേസ് നടത്തും. എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷേ പെയിൻറ്റിങ് ഇവിടുന്ന് ഒരാടുന്നാണെങ്കിൽ സ്കേർട്ട് വേറെ ഒരാടുന്ന അങ്ങനെ. വണ്ടി എടുത്തപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്? ഇല്ല, നമ്മളിങ്ങനെ സ്കേർട്ട് ഓരോന്ന് ഫസ്റ്റ് വേറെ സ്കേർട്ട് അടിച്ചിരുന്നത്, പിന്നെ വീണ്ടും അത് പൊളിച്ചിട്ട് റീബിൽഡ് ചെയ്താണ്. അതായത് നമ്മൾ കരുതിയ ഒരു സാധനം കിട്ടാത്ത വീണ്ടും ചെയ്തതാണ്. ഓക്കെ. അപ്പം സൈഡിലേക്ക് വരുമ്പോൾ അതൊക്കെയാണുള്ളത്. വാൻസിൻ്റെ ഒരു ഫാനാണ്. വാൻസിൻ്റെ സ്റ്റിക്കേഴ്സ് അടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ബാക്ക് സൈഡ് സ്പോയിലർ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ്. പിന്നെ ടൈലൈറ്റ് ഞാൻ LED ചെയ്യാനെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. LED ടൈലൈറ്റ് ഒരു സ്റ്റോക്ക് ടൈലൈറ്റ് തന്നെയാണ്. പിന്നെ ബാക്ക് ബമ്പേഴ്സാണ്. അതും ചെയ്തെടുത്ത് തന്നെയാണോ? അതെ, അതും സ്റ്റോക്കിൽ നമ്മൾ കസ്റ്റം ചെയ്തുണ്ടാക്കിയതാണ്. ഓക്കെ. അത് ഇവിടെ തന്നെ അടുത്ത് തന്നെ? ഇവിടെ തന്നെ ചെയ്തതാണ്, നമ്മൾ തന്നെ ചെയ്തതാണ്. ബ്രോ, അപ്പോൾ എൻജിൻ പേ ഒന്ന് പറഞ്ഞാൽ. ഓക്കെ. ഈ ബോണ്ട് എക്സിറ്റിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് നമ്മൾ ഇവിടെ ബോണ്ട് എക്സിറ്റ്, ബോണ്ട് പോപ്സ്, അതേപോലെ ബാങ്, ഫ്ലെയിം കിറ്റ് ആരും ഫ്രണ്ടിലോട്ട് ചെയ്തിട്ടില്ല, ബോണ്ട് എക്സിറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു യുണീക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചാൽ അങ്ങനെ ഫ്രണ്ടിലോട്ട് ബോണ്ട് എക്സിറ്റ് ഫ്ലെയിം കിറ്റ് ആയിക്കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഓക്കെ. ബിൽഡ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ഇത് റേഡിയേറ്ററിൻ്റെ ഇഷ്യൂ. അതായത് ഇത് ഫ്രണ്ടിൽ തന്നെ എക്സിറ്റ് ആവുകൊണ്ട് ബോർഡിനുള്ളിൽ നമുക്ക് സ്പേസ് ഇല്ല വേണ്ട അത്ര. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ, പവർ സ്റ്റീറിങ്ങിൻ്റെ ഓയിലിൻ്റെ ക്യാനും കാര്യങ്ങളൊക്കെ പ്ലേസ് എല്ലാം മാറ്റി അയച്ചൊക്കെ റീബിൽഡ് ചെയ്തതാണ്. ഓക്കെ.
പിന്നെ എഞ്ചിൻ ബേയിലേക്ക് വരുമ്പോൾ വേറെ എന്തൊക്കെയാണ്? വേറൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡേഴ്സ് ഉണ്ട് ഇത്. പിന്നെ ഫ്രണ്ട് ബോണ്ട് എക്സിറ്റ്, ഇതൊരു എയർ ഇൻടെക് സിസ്റ്റം, ക്യാൻ്റെ ബെൻ പൈപ്പും എയർ ഫിൽറ്ററും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലഗ്സ് അപ്ഗ്രേഡ് ചെയ്ത് ഇറേഡിയത്തിൻ്റെ പ്ലഗ്ഗാണ് ഉള്ളത്. ആണ് ഇരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് വണ്ടി പെർഫോമൻസ്? അത് ഓൾറെഡി 1.8 ആണ്, അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ അതിലൂടെ ഒരു ഹെഡേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പെർഫോമൻസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എഞ്ചിൻ ബേയിൽ വരുന്നത് മാറ്റിയേക്കുന്നത്. പെയിൻറ്റ് ചെയ്തിരുന്നു? എഞ്ചിൻ ബേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രോ, അപ്പം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ഇൻറ്റീരിയറിൽ നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് കാർബൺ ഫൈബർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഡാഷിലെ ഈ പാർട്ട്, പിന്നെ ഡോർ പാഡ്സിലെ പാർട്ടെല്ലാം കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്താണ്. പിന്നെ നോക്കുകയെന്നുണ്ടെങ്കിൽ സൺറൂഫ് ഇത് കമ്പനി 1.8 ഫുൾ ഓപ്ഷനിൽ ഓപ്റ്റർക്ക് വരുന്ന ഷോറൂം ഇതാണ്, സൺറൂഫാണ്. പിന്നെ RP മീറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്. ഇത് വോൾട്ട് തന്നെ ഡിജിറ്റലാണ്, അത് സാധാരണ നീഡിൽ വരുന്ന. പിന്നെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ, പിന്നെ ബക്കറ്റ് സീറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും നമ്മൾ കസ്റ്റം ചെയ്താണ് ബക്കറ്റ് സീറ്റ്സ് എല്ലാം. അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ എത്രയായി? അത് എനിക്ക് ഇന്ത്യയുടെ കംപ്ലീറ്റ് പ്രൈസ് ആണ്. ഓക്കെ. പിന്നെ സ്വിച്ചസും കാര്യങ്ങൾ എന്താണ്? സ്വിച്ചസ് ഇത് നമ്മളെ ഫ്രണ്ട് എക്സിറ്റിൻ്റെ ഫ്ലെയിം കിറ്റിൻ്റെ സ്വിച്ചസ് ആണ്. ഓക്കെ. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? ഇത് ബട്ടൺസ് ഓൺ ആക്കി ഈ ബട്ടൺ വെക്കുമ്പോൾ ഫ്രണ്ട് എക്സോസ്റ്റ് ഓൺ ആവും, ബാക്ക് ക്ലോസ് ചെയ്ത് 2 വാൽവാ വരിക. ബാക്ക് എക്സോസ്റ്റ് ക്ലോസ് ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആവും. നമ്മൾ ഫ്ലെയിം ഇടാൻ നേരത്ത് ത്രോട്ടിൽ കൊടുത്തിട്ട് ഈ ബട്ടൺ നിൽക്കുമ്പോഴാണ് ഫ്ലെയിംസ് വരിക. അതെ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ ബാക്ക് നോർമൽ യൂസിന് നമ്മൾ ബാക്കാണ് ഫ്രണ്ടിൽ ഫ്ലെയിം ഇടാൻ നേരത്ത് ഫ്രണ്ട് ഓപ്പൺ ആക്കാം, റൺ ചെയ്യാം. പക്ഷേ ഏറ്റവും ബെറ്റർ റണ്ണിങ്ങിൽ ബാക്കാണ്. അതാണ് ഈ സ്വിച്ചിൻ്റെ യൂസ് വരുന്നത്. ബ്രോ, ഇപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് വേറെ വണ്ടികളില്ലല്ലോ ഇവിടെ. അതായത് വേറെ നല്ല കിറ്റുകൾ ചെയ്ത ഒന്നും ഇപ്പോൾ വൃത്തിക്ക് ചെയ്ത വണ്ടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഫോട്ടോസോ അല്ലെങ്കിൽ ഓൺലൈനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് സ്കേർട്ട് ചെയ്ത് നോക്കിയാലേ, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വണ്ടിക്ക് അത് സ്യൂട്ട് ആവുമെന്ന് അറിയുള്ളൂ. അങ്ങനെ 2 വട്ടം സ്കേർട്ട് പൊളിച്ചിട്ട് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ടില്ല, നോക്കി ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് നമുക്കൊരു ഹോണ്ട സിറ്റി ഒരു സിവിക് റേഞ്ച് തന്നെ ഉള്ളൂ, അതിലേറെ ഏറെ ഒന്നുമില്ല. പാർട്സ് കിട്ടില്ല എന്ന് പറയുന്നത്, പക്ഷേ പാർട്സ് കിട്ടും. ഇവിടെയൊക്കെ ഓരോ ദിവസം ചില പാർട്സിന് മാത്രം 1-2 ദിവസം ഓർഡർ ചെയ്താൽ സാധനം കിട്ടും. ബാക്കിയെല്ലാം എനിക്ക് ഇവിടെ ഓൾറെഡി ഒരു ദിവസം മുന്നേ സാധനങ്ങളെല്ലാം കിട്ടും. ഇപ്പോൾ പാക്കിംഗ് ആയാലും ബ്രേക്ക് പാഡ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ട്. ഓക്കെ. വണ്ടി എടുത്തപ്പോൾ തന്നെ ഇത്രയും ചെയ്യുമെന്ന് മനസ്സിലുണ്ടായിരുന്നോ അതോ? ഇല്ല, ഞാൻ ഇത്ര ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബിൽഡ് ചെയ്ത് വന്നപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ ഈ ബോണ്ട് എക്സിറ്റിലോട്ട് എത്തി, പിന്നെ കിറ്റ് അങ്ങനെ ചെയ്തു വന്നതാണ് കംപ്ലീറ്റ്. ഈ ബോണ്ട് എക്സിറ്റും നേരത്തെ മനസ്സിലില്ലായിരുന്നല്ലേ? അത് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ബിൽഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു യുണീക്ക് ആണെന്ന് മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ബോണ്ട് എക്സിറ്റ് ഫ്ലെയിം കിറ്റ് വരുന്ന ബോണ്ടിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം നമ്മളത് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കിറ്റിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 35-40 അറൗണ്ട് ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങളോ? ബാക്കിയുള്ളതിപ്പോൾ ഒരു കംപ്ലീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 lakh അബവ് നമുക്ക് വണ്ടിയിൽ മാത്രം പണിയാനായിട്ടുണ്ട് കംപ്ലീറ്റ്. ഓക്കെ. പിന്നെ എല്ലാം ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു കാണും, നമുക്ക് വേറെ ഒന്നും ഇതില്ലാത്തതുകൊണ്ട് നമ്മളത് വീണ്ടും ബിൽഡ് ചെയ്ത് ഫ്ലെയിം കിറ്റ് അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. കാരണം അത് ഈ റേഡിയേറ്ററിൻ്റെ പൈപ്പെല്ലാം അതിൻ്റെ ചോട്ടിലായതുകൊണ്ട് ഓവർ ഹീറ്റ് അടിച്ചെല്ലാം ഇതാവും. അതുകൊണ്ട് എല്ലാം പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ഈ ഫ്ലെയിം കിറ്റ് ഫ്രണ്ടിലോട്ട് കൊടുത്തത്. അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സ്പോയിലേഴ്സ് നമ്മൾ കസ്റ്റം ചെയ്താണ് സ്പോയിലർ. അതായത് ഒപ്റ്റർക്ക് നമുക്കൊന്നും ആഫ്റ്റർ മാർക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ, അതായത് കസ്റ്റം ചെയ്യാനേ കഴിയുള്ളൂ. ആഫ്റ്റർ മാർക്കറ്റ് അങ്ങനെ ഒന്നും അവൈലബിൾ അല്ല ഒപ്റ്റയുടെ ഒന്നും അല്ല, സ്റ്റോക്ക് സാധനങ്ങൾ. അപ്പോൾ ഇത് കസ്റ്റം ചെയ്താണ്, എല്ലാ സാധനങ്ങളും നമ്മൾ കസ്റ്റം ചെയ്തെടുത്ത് തന്നെയാണ്. ഓക്കെ. അപ്പം എയർ ചെയ്യണമെന്ന് നേരത്തെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നോ? അല്ല, എയർ നമുക്ക് ഓൾറെഡി ഞാൻ വണ്ടി എടുത്തപ്പോൾ എയറിൻ്റെ സാധനം എനിക്ക് അവർ തന്നായിരുന്നു. ഓക്കെ. അന്ന് എയർ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഫ്ലോപ്പായിട്ട് വീണ്ടും എയർ ചെയ്തതാണ് വണ്ടി. ഓക്കെ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒന്ന്? അതൊരു 1.2 അറൗണ്ട് 120 റേഞ്ച് വന്നിട്ടുണ്ട് എയർ. ഓക്കെ. കാരണം ഈ കോസ്റ്റ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെയും ഒരു ഒപ്റ്റർ ഒരാൾക്ക് പണിയണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു ഇത് വേണമല്ലോ. വണ്ടികളുടെ മൈലേജിനെ പറ്റി ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ ഓഡിയൻസിന്. അപ്പം ഇത് മൈലേജ് എന്ന് പറയുന്നത് 1.8 അത്യാവശ്യം കമ്പനി എന്ന് പറയുന്ന മൈലേജ് ഒരു ബിലോ 10 ആണ്. ഇതിപ്പോൾ എനിക്ക് ഇത്രയും വർക്ക് എടുത്തുകൊണ്ട് എനിക്കൊരു 6 ഒരു 8ൻ്റെ ഉള്ളിൽ ഒരു 5 to 8 ആ റേഞ്ചിൽ കിട്ടുന്നുള്ളൂ.
പിന്നെ നമ്മളിത് അധികം റോഡിൽ യൂസ് ചെയ്യാറില്ല, നമ്മൾ നേരെ ഷോ പർപ്പസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ മനസ്സിൽ നേരത്തെ ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നു? ഇല്ല, ഹെഡ്ലൈറ്റ് നമ്മൾ പ്രൊജക്ടർ ചെയ്തിട്ട് ഉള്ളിൽ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ബ്ലാക്ക് അടിച്ചതാണ്. മറ്റേ ഹെഡ്ലൈറ്റ് ഒപ്ട്രയുടെ അത്യാവശ്യം കാണാനൊരു വലിയൊരു ഷേപ്പില്ലാത്തൊരു ഹെഡ്ലൈറ്റ് ആണ്. അതിൽ നമ്മൾ ലിപ്പ് ആഡ് ചെയ്തിട്ടാണ് ഇത്രയും ഒരു കാണാൻ ഒരു ഭംഗിയൊക്കെ വന്നത്. ലിപ്പ് ഉണ്ടാവുകൊണ്ടാണ് ഒന്നുകൂടെ നമുക്കൊരു അട്രാക്റ്റീവായി ഹെഡ്ലൈറ്റ് കിട്ടുന്നത്, കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുന്നത് അതുകൊണ്ടാണ്. ബ്രോ അപ്പം വണ്ടിയും കാര്യങ്ങൾ തന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് താങ്ക് യു. അപ്പം ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ബ്രോ ഇടുന്നതല്ലേ ഇൻസ്റ്റാഗ്രാമിൽ, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്, പോയി നോക്കുക, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം വൺസ് അഗൈൻ താങ്ക് യു ബ്രോ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. രാവിലെ ആയതുകൊണ്ടാണ് ഫ്ലെയിം ത്രോ ചെയ്തതെന്ന് അറിയാൻ പറ്റാത്തത്. അപ്പം ഇതിൻ്റെ ഫംഗ്ഷനിങ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള റണ്ണിങ് സമയത്ത് മൊത്തം പുറകിൽ നിന്ന് നമുക്ക് എക്സോസ്റ്റ് ചെയ്ത് വരും, അല്ലാത്ത സമയത്ത് നമുക്ക് ഫ്ലെയിം ത്രോ ചെയ്യേണ്ട സമയത്ത് ഫ്രണ്ടിൽ നിന്ന് വരും. ബാക്കിൽ എക്സോസ്റ്റ് നോട്ട് ഇങ്ങനെ വരും. അപ്പം അത്രേ ഉള്ളൂ.